എല്ലാവർക്കും പത്മാസ് ടച്ചിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 2-3 എപ്പിസോഡുകളിലായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സംഘർഷങ്ങളെക്കുറിച്ചാണ്. ഒരിക്കലും പറഞ്ഞാൽ അവസാനിക്കാത്തതാണ് സംഘർഷങ്ങൾ. കാരണം നമ്മൾ ജീവിക്കുന്നോ നമ്മളോടൊപ്പം സംഘർഷങ്ങളുണ്ട്. അത് സംഘർഷങ്ങൾ ഇല്ലാതിരിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി അതിനെ നമ്മൾ എങ്ങനെ കാണുന്നു, അതിനെങ്ങനെ നമ്മൾ മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം. ഇത് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സംഘർഷങ്ങളെ അതിജീവിക്കാൻ കുറച്ച് എളുപ്പ വഴികൾ പറഞ്ഞ് നമുക്ക് സംഘർഷങ്ങൾ അവസാനിപ്പിക്കാം. അതിലൊന്ന്, നിങ്ങൾക്ക് വേണ്ടി അല്പം അലസമായിരിക്കാൻ കുറച്ച് സമയം കണ്ടെത്തുക. മാനസികാരോഗ്യത്തിൻ്റെ നിർവചനത്തിൽ തന്നെ പറയുന്നത് വർക്ക്, റെസ്റ്റ് ആൻഡ് റെക്രിയേഷൻ. ഇത് മാനസികാരോഗ്യത്തിൻ്റെ ഒരു മന്ത്രമാണ്. ജോലി ചെയ്യണം, വിനോദങ്ങളിൽ ഏർപ്പെടണം, പിന്നെ നമ്മൾക്ക് വിശ്രമവും വേണം. നമ്മളിപ്പോൾ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതേപോലെ തന്നെ അത്രയും സമയം വിനോദങ്ങളിൽ ഏർപ്പെടാൻ നമ്മൾ ചിലവഴിക്കാറുണ്ടോ? വിശ്രമിക്കാൻ ചിലവഴിക്കാറുണ്ടോ? ഒരു ട്രയാങ്കിൾ എടുത്താൽ അതിൻ്റെ 3 വശങ്ങളെ പോലെയാണ് വിശ്രമവും ജോലിയും വിനോദവും. അപ്പോൾ ഇതൊന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കുക. അല്പം അലസമായിരിക്കാൻ, വിശ്രമിക്കാൻ, വിനോദത്തിലേർപ്പെടാൻ ഒക്കെ സമയം കണ്ടെത്തുക. അതാണ് ഒരു എളുപ്പ വഴി. രണ്ടാമത്തത്, പ്രസരിപ്പോടുകൂടിയും ഉന്മേഷത്തോടു കൂടിയും കഴിയാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും? നല്ല കൂട്ടുകാരാണോ, നല്ല ആഹാരമാണോ, നല്ല വേഷവിധാനമാണോ, നമ്മളെ എന്താണോ പ്രസരിപ്പുള്ളവരാക്കുന്നത്, സന്തോഷമുള്ളവരാക്കുന്നത്, അത് സ്വീകരിക്കാനായിട്ട് പഠിക്കുക. മൂന്നാമത്തെ ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത്, എല്ലാ കാര്യങ്ങളും നല്ലതിനാണ് എന്ന് വിചാരിച്ച് നമ്മുടെ ചുറ്റും നമ്മുടെ ജീവിതത്തിലും ഒരു പോസിറ്റിവിറ്റി ഉണ്ടാക്കിയെടുക്കുക. വീണ്ടും ഒരു കാര്യം, ഈ പ്രകൃതിയിലൊക്കെ ഒന്ന് നോക്കിയാൽ എത്ര മനോഹരങ്ങളായ കാര്യങ്ങൾ കാണാം. ഒരു പൂമ്പാറ്റ പറക്കുന്നത് ഒരു കൊച്ചുകുട്ടിയുടെ ഉത്സാഹത്തോടുകൂടി, കൗതുകത്തോടുകൂടി അതിനെ ഒന്ന് നോക്കിയേ. മഴ പെയ്യുമ്പോൾ, മഴക്കാലം വരികയാണ്, മഴ പെയ്യുമ്പോൾ ആ മഴത്തുള്ളികൾ വീഴുന്ന ആ സന്തോഷം നമ്മളൊന്ന് ഉള്ളിലേക്ക് എടുത്തു നോക്കിയേ. അല്പസമയം പ്രകൃതിയിൽ ഒന്ന് ലയിക്കാൻ, പ്രകൃതിയെ ആസ്വദിക്കാൻ സമയം കണ്ടെത്തുക. വല്ലപ്പോഴും ഒന്ന് ഒരു വിനോദയാത്രയ്ക്ക് പോവുക. വീട്ടുകാർ ആയിട്ടാകാം, കൂട്ടുകാരുമായിട്ടാകാം. ഇപ്പോൾ വീട്ടുകാർ ഇല്ല എന്ന് വിചാരിക്കുക, എന്ന് പറഞ്ഞാൽ സഹകരിക്കുന്നില്ല എന്ന് വിചാരിക്കുക, കൂട്ടുകാരെങ്കിലും ഇല്ലേ? രാവിലെ പോയി വൈകിട്ട് വരുന്നത് പോലെ ഒരു വിനോദയാത്ര എന്തുമാത്രം ഉന്മേഷം നമ്മുടെ മനസ്സിൽ തരുമെന്ന് അറിയാമോ? ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് പരിശോധിക്കണം. നമ്മൾ ഒരു ചെടി നട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് കളകൾ വരുമല്ലോ. ഈ കളകളെല്ലാം നമ്മൾ പറിച്ചു കളയണം. നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന വിദ്വേഷങ്ങൾ, വിരോധങ്ങൾ, വൈരാഗ്യം, ഇതെല്ലാം കളകളെ പോലെയാണ്. നമ്മുടെ വ്യക്തിത്വ വികസനത്തിനും നമ്മുടെ സന്തോഷത്തിനും അത് വിഘ്നം വരുത്തും. അതുകൊണ്ട് ആ കളകളെല്ലാം പറിച്ചു കളഞ്ഞ് കൂടുതലും പോസിറ്റീവായി കാര്യങ്ങളെയും ആളുകളെയും നോക്കാൻ ശ്രമിക്കുക. ഈ ഒരുപാട് സുഹൃത്തുക്കൾ നമുക്കുണ്ടാവാം, പക്ഷെ കാര്യങ്ങൾ തുറന്നു പറയാൻ 3-4 സുഹൃത്തുക്കളെങ്കിലും തീർച്ചയായിട്ടും നമ്മൾക്ക് ഉണ്ടായിരിക്കണം. പിന്നെ നമ്മുടെ വികാരങ്ങൾ, സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും എത്ര പേരോട് നമ്മൾ പങ്കുവെക്കുന്നോ അത്രയും വളരെ നല്ലതാണ്. ഇനി വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഇത് നമ്മൾക്ക് പരിഹരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ചില ആളുകൾക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ ദൈവത്തിനോട്, നമ്മൾ വിശ്വസിക്കുന്ന എന്തിനോടോ നമ്മൾ നടത്തുന്ന ഒരു അപേക്ഷയാണ്. അത് ദൈവവിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത്തരം അപേക്ഷകൾ നമ്മൾ മൂന്നാമതൊരാളുടെ മുമ്പിലേക്ക് വെക്കുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമാകുന്നത് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് അല്പസമയം പ്രാർത്ഥിക്കുക. വീട്ടിൽ വളരെ പ്രസരിപ്പോടുകൂടി വീട്ടിലെ മറ്റംഗങ്ങളുടെ മുമ്പിലെല്ലാം നമ്മൾ ഒരു വീട്ടിലെ അവിഭാജ്യ ഘടകമാണ് എന്ന് തോന്നുന്ന രീതിയിൽ നമ്മുടെ കഴിവുകൾ നമ്മൾ വർദ്ധിപ്പിക്കണം. സമയം മാനേജ് ചെയ്യാനും പൈസ മാനേജ് ചെയ്യാനും നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളെ, നമ്മുടെ വീട് തന്നെ ശരിയായ രീതിയിൽ ഒന്ന് മാനേജ് ചെയ്ത് സംവിധാനം ചെയ്തെടുക്കാനുള്ള ഉന്മേഷവും പ്രസരിപ്പും ആരോഗ്യവും
മാനസികമായിട്ടുള്ള ഒരു മനോഭാവവും എല്ലാം കൂടി നമ്മൾക്ക് ഒരുക്കിയെടുക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ സംഘർഷങ്ങളെ നമ്മൾക്ക് തന്നെ മാനേജ് ചെയ്തുകൊണ്ട് പോകാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇതൊക്കെ എളുപ്പ വഴികളാണ്. അല്പം സംഗീതം കേൾക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അഭിരുചികളിൽ ഏർപ്പെടുക, നിങ്ങളുടെ കഴിവുകൾ വളർത്തുക, കരയുക, മറ്റുള്ള ആളുകളെ സഹായിക്കുക, വീട്ടിൽ പ്രസരിപ്പോടുകൂടി ആളുകളെ ചേർത്ത് നിർത്തുക, അല്പം വിനോദത്തിന് സമയം കണ്ടെത്തുക, വെറുതെ അല്പനേരം ഇരിക്കാൻ നിങ്ങൾക്ക് കഴിയുക. ഇതെല്ലാം ചെയ്താൽ സംഘർഷങ്ങൾ നിങ്ങളുടെ പരിധിക്കുള്ളിൽ വരും. ഇതോടെ നമ്മുടെ സംഘർഷത്തിൻ്റെ എപ്പിസോഡുകൾ അവസാനിക്കുകയാണ്. ഇഷ്ടപ്പെട്ടവർ എന്നെ ലൈക്ക് ചെയ്യണം. മറ്റുള്ളവർക്ക് ഇത്തരം കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്യണം. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം.